ഈ വീഡിയോയിൽ പ്രധാനപ്പെട്ട താരിഫുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ചകൾ. നമ്മൾ താരിഫിൻ്റെ വിഷയം ഓൾറെഡി തന്നെ നമ്മളുടെ ഇൻസൈറ്റ്സ് മലയാളം എന്ന് പറഞ്ഞ മെയിൻ ചാനലിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എന്തായാലും മെയിൻ സ്ട്രീം മീഡിയ എല്ലാം തന്നെ താരിഫിൻ്റെ പുറകിൽ തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഈ വിഷയം നമ്മൾ ഓൾറെഡി പറഞ്ഞതുകൊണ്ട് തന്നെ അതിൻ്റെ തുടർച്ചയായിട്ട് ഇന്ത്യയിൽ എടുക്കുന്ന ചില നടപടിക്രമങ്ങളെക്കുറിച്ചാണ് ഇതിനകത്ത് നമ്മൾ നോക്കുന്നത്. ഇന്ത്യ ശക്തമായി റിറ്റാലിയേറ്റ് ചെയ്യാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പം നമ്മൾ ശക്തമായി റിറ്റാലിയേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്കും പലരും വിചാരിക്കും അമേരിക്കയും ഇന്ത്യയും തമ്മിൽ കംപ്ലീറ്റ് തെറ്റി, അപ്പം ഇനി അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ബന്ധങ്ങൾക്ക് വലിയ രീതിയിലുള്ള പ്രസക്തി ഇല്ല. അങ്ങനെയൊന്നുമില്ല കേട്ടോ. അതായത് മാധ്യമങ്ങളിൽ പല രീതിയിലുള്ള വാർത്തകൾ വരും, പക്ഷെ ഇതിനകത്ത് സ്പെസിഫിക് ആയിട്ട് നമ്മൾ പറയുന്നത് ഈ ഒരു ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ മാത്രമാണ്, സബ്ജക്റ്റീവാണ് ഈ ഒരു വിഷയം. ഇതിനകത്ത് സ്കോട്ട് ബെസന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രഷറി സെക്രട്ടറി അമേരിക്കയിൽ, പുള്ളി പീയൂഷ് ഗോയലിന് നേരെ, അങ്ങനെ വേണമെങ്കിൽ പറയാം, അതായത് ഇന്ത്യയുടെ കമേഴ്ഷ്യൽ മിനിസ്റ്റർക്കെതിരെ നേരിട്ട് തന്നെയാണ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. അതായത് നമ്മൾ നെഗോസിയേഷൻ സമയത്ത് കുറെ ടൈം എടുത്തു, ഒരുപാട് കാലതാമസം ഉണ്ടായി എന്നുള്ള ആരോപണങ്ങളൊക്കെയാണ് ഇന്ന് ഉന്നയിക്കുന്നത്. ഇതിന് മുമ്പ് തന്നെ ഉന്നയിക്കണമായിരുന്നു. നമ്മൾ നെഗോസിയേഷനിലുള്ള കംപ്ലീറ്റ് ചാർട്ടും കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ടും തയ്യാറാക്കി അമേരിക്കയുടെ ടേബിളിൽ എത്തിച്ചിട്ട് ഏതാണ്ട് 28 ദിവസങ്ങളായി. 28 ദിവസങ്ങളും മിണ്ടാതിരുന്ന അമേരിക്ക ലാസ്റ്റ് മൊമെന്റിൽ, അതായത് ഇന്ത്യക്ക് ഒരു അവസരം കൊടുക്കരുത് ഇനി നെഗോസിയേഷന്, അപ്പൊ ആ ഒരു ടൈം ലൈനിൽ വേണം ഇവർക്കുള്ള താരിഫ് പ്രഖ്യാപിക്കാൻ എന്നുള്ള രീതിയിൽ മുൻകൂട്ടി തീരുമാനിച്ചിരുന്നത് പോലെയാണ് ട്രംപിന്റെ സൈഡിൽ നിന്നുള്ള ഈ ഒരു താരിഫ് പ്രഖ്യാപനം. അതായത് 30-ാം തീയതി ഉള്ള ഒരു താരിഫ് പ്രഖ്യാപനം. അപ്പൊ നമുക്കിനി ഫർദർ ഡിസ്കഷനുള്ള റൂമില്ല, അതാണ് മനസ്സിലാക്കേണ്ടത്. ഇനിയിപ്പം പല മാധ്യമങ്ങളും പറയുന്നുണ്ട് ഈ ആഴ്ചയോടുകൂടിയൊന്നുമല്ല, ഓഗസ്റ്റ് 1-ാം തീയതി മുതൽ 25% താരിഫ് ഇന്ത്യൻ ഗുഡ്സിന്, എല്ലാ ഗുഡ്സിന്റെ മേളിലുണ്ടാവും. അതാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ബ്രിക്സുമായിട്ട് ബന്ധപ്പെട്ട അഡീഷണൽ 10%, അതിലുപരിയായിട്ട് വരുന്ന റഷ്യൻ താരിഫുമായിട്ട് ബന്ധപ്പെട്ട 100%, അതിനെക്കുറിച്ചുള്ള ഡേറ്റ് ഒന്നും ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷെ അതും ഒരു ഭീഷണിയുടെ സ്വരത്തിൽ തന്നെയാണ് അമേരിക്ക മുന്നോട്ട് വെക്കുന്നത്. ഇത് സ്കോട്ട് ബെസന്റ്, അമേരിക്കയുടെ ട്രഷറി സെക്രട്ടറി ആയിട്ടുള്ള സ്കോട്ട് ബെസന്റ് ആണ് ഈ ഒരു വിഷയം പറഞ്ഞു വെച്ചത്. ഈ ഒരു വിഷയത്തിൽ ഒരു വ്യക്തിയുടെ അഭിപ്രായം കൂടി നമുക്ക് വരേണ്ടതുണ്ട്. അത് ലുറ്റ്നിക് എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ കമേഴ്ഷ്യൽ സെക്രട്ടറി. കാരണം ലുറ്റ്നിക്കുമായിട്ടാണ് ഇന്ത്യൻ ടീം നെഗോഷിയേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ട്രഷറി സെക്രട്ടറി ആയിട്ടുള്ള സ്കോട്ട് ബെസന്റ് ആ ടീമിലുണ്ടായിരുന്നു, അത് വാസ്തവമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടായിരിക്കാം സ്കോട്ട് ബെസന്റ് മാത്രം ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത്. പക്ഷെ എന്നാൽ അമേരിക്കയുടെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നെയാണ് ഇത് കരുതേണ്ടത്. വെദർ ഇറ്റ് ഇസ് ലുറ്റ്നിക് ഓർ സ്കോട്ട് ബെസന്റ്, എല്ലാം തന്നെ അമേരിക്കയുടെ സ്റ്റേറ്റ്മെന്റുകൾ തന്നെയാണ്. കാരണം ഇവരെല്ലാം തന്നെ ട്രംപ് അഡ്മിനിലുള്ള ആൾക്കാരാണ്. ഇതൊരു സൈഡിൽ നിൽക്കെ ഇന്ത്യ നിർണായകമായിട്ടുള്ള റിട്ടാലിയേഷൻ, ഇത് പൊതുവെ ഗ്ലോബൽ കമ്മ്യൂണിറ്റി എങ്ങനെയാണ് വിലയിരുത്തുന്നത് എന്നുള്ളത് നമ്മൾ ആദ്യം നോക്കാം. പല ഗ്ലോബൽ മാധ്യമങ്ങളും ഇതിനെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സോ കോൾഡ് മാധ്യമങ്ങൾ, അതേപോലെ ലെഫ്റ്റ് ലിബറൽ ആയിക്കോട്ടെ, അതുപോലെ തന്നെ റൈറ്റ് വിങ് സപ്പോർട്ട് ചെയ്യുന്ന മാധ്യമങ്ങൾ എല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കുറച്ച് അമേരിക്കൻ മാധ്യമങ്ങൾ അത് അമേരിക്കയ്ക്ക് അനുകൂലമായ രീതിയിലുള്ള റിപ്പോർട്ടിംഗ് ഒക്കെ നടത്തിയിട്ടുണ്ടെങ്കിലും പൊതുവില് ഒരു ഗ്ലോബൽ ഇമ്പാക്ട് അത്രത്തോളം എഫക്റ്റീവ് അല്ല. ഇന്ത്യയെ ഈ ഒരു 25% താരിഫ് അത്രമാത്രം ഇമ്പാക്ട് ഉണ്ടാക്കും എന്നുള്ള രീതിയിലുള്ള അനുമാനങ്ങൾ ഇല്ല പൊതുവെ. അതിന്റെ കാരണം വേറെ ഒന്നുമില്ല. ഇതിനു മുമ്പ് ചൈനയുമായിട്ട് ട്രംപ് നടത്തി പരാജയപ്പെട്ട ആ ഒരു താരിഫിന്റെ എക്സാമ്പിൾ ഇവിടെ മുന്നിലുണ്ട്. ആ ബെഞ്ച് മാർക്ക് വെച്ചിട്ടാണ് ഇന്ത്യയുടെ മേളിൽ ഒരു പ്രഷർ പോളിസി അപ്ലൈ ചെയ്യുന്ന ഈ ഒരു വിഷയത്തെ ആഗോളതലത്തിൽ തന്നെ ഗ്ലോബൽ കമ്മ്യൂണിറ്റി നോക്കിക്കാണുന്നത്. ഇതിനേക്കാളും സുപ്രധാനമായ പല വിഷയങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ട്രംപ് ഇന്ത്യക്ക് മേലിൽ താരിഫ് കൊണ്ടുവരുന്നത്. ഇന്ത്യ വൺ ഓഫ് ദ ബെസ്റ്റ് മാർക്കറ്റാണ്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഇട്ടിരിക്കുന്ന വസ്ത്രം ഊരി ആറ്റിന്റെ വരമ്പത്ത് വെച്ച് അലക്കി തേച്ച് മടക്കി റോഡിന്റെ സൈഡിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പം വിറ്റിട്ട് വരാൻ പറ്റും. അതാണ് ഇന്ത്യ. ഈ രീതിയിലുള്ള ഒരു ഇന്ത്യൻ മാർക്കറ്റ് ഇവിടെയുണ്ട്. നമ്മൾ ഇന്ത്യക്കുള്ളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പല സാധനങ്ങളും നമുക്കൊരു 70% ഇന്ത്യക്കുള്ളിൽ തന്നെ വിറ്റ് തീർക്കാൻ പറ്റും. അങ്ങനത്തെ മാർക്കറ്റാണ് നമ്മളുടെ അഗ്രികൾച്ചർ മാർക്കറ്റ്, അതുപോലെ നമ്മളുടെ ഡയറി പ്രോഡക്റ്റ് മാർക്കറ്റ്, അതുപോലെ തന്നെ മൈക്രോ സ്മോൾ മീഡിയം എന്റർപ്രൈസസ്, SMEs, ചെറുകിട വ്യവസായ സ്ഥാപനങ്ങൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ രീതിയിലുള്ള ഷുഗർ ഫാക്ടറി, ഇമാതിരിയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറയുന്നത്. മുളക് പൊടി ഫാക്ടറി, ഇതേപോലത്തെ SMEs, സ്മോൾ SME സെക്ടർ. അപ്പൊ ഈ മേഖലകളിലൊക്കെ ഈ വൻകിട കമ്പനികൾ വന്ന് കടന്നു കയറി ഇന്ത്യക്കുള്ളിൽ സാധനങ്ങൾ വിറ്റഴിക്കണം. അതിന് നമ്മൾ 10% മാത്രമേ താരിഫ് ഈടാക്കാൻ പാടുള്ളൂ എന്നുള്ള നിലയിലുള്ള ചില നിർബന്ധമായിട്ടുള്ള ശാഠ്യങ്ങളൊക്കെ പിടിച്ചുകൊണ്ട് അമേരിക്കയെ പോലത്തെ കുത്തക മുതലാളികളുടെ സാധനങ്ങളൊക്കെ ഇന്ത്യക്കുള്ളിൽ ഇറക്കി വിടണം. പ്രത്യേകിച്ച് ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഇന്ത്യക്കുള്ളിൽ വരണം എന്ന് പറഞ്ഞാൽ അത് അത്ര സ്വീകാര്യമായിട്ടുള്ള കാര്യമല്ല. എന്തായാലും ഇന്ത്യൻ ഗവൺമെന്റ് ആ വിഷയത്തിൽ എടുത്തിരിക്കുന്ന നിലപാട് അഭിനന്ദനാർഹമാണ്.
ട്രംപ് വന്ന് വൈറ്റ് ഹൗസിൽ കയറിയിരിക്കുന്നു. ഫെബ്രുവരി 2025 ഈ വർഷം തന്നെ ലാസ്റ്റ് ഫെബ്രുവരിയിൽ പ്രൈം മിനിസ്റ്റർ മോദി അമേരിക്ക വിസിറ്റ് ചെയ്യുന്നു. അവിടെ വെച്ച സുപ്രധാനമായിട്ടുള്ള 2 റിക്വസ്റ്റ് ഇന്ത്യയുമായിട്ട് ട്രംപ് വെച്ചിരുന്നത്. ഒന്ന്, റഷ്യൻ സൈഡിൽ നിന്ന് നിങ്ങൾ ഓയിൽ മേടിക്കാതിരിക്കൂ, അതൊന്നും അവിടെ വലിയ വിഷയമായി ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. പക്ഷെ ഒരു വിഷയം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് അമേരിക്കൻ സൈഡിൽ നിന്നുള്ള ഓയിൽ പർച്ചേസ് വർദ്ധിപ്പിക്കണം. ഇത് ഒരു റിക്വസ്റ്റ് ആയിരുന്നു. പക്ഷെ അത് ഇന്ത്യ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രംപ് വരുന്നതിന് മുമ്പ് ഇരുന്നതിനേക്കാളും ചെറിയ തോതിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട്, ഇല്ല എന്നില്ല. പക്ഷെ അത് പോരാ അമേരിക്കയ്ക്ക്, അതൊരു വിഷയം. അവർക്ക് വേണ്ടുവോളം നമ്മൾ ഓയിൽ മേടിക്കാൻ പറ്റുമോ? നമ്മൾ എപ്പോഴും പല രാജ്യങ്ങളിൽ നിന്ന് ഓയിൽ മേടിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ആ രീതിയിൽ തന്നെയാണ്, ഡൈവേഴ്സിഫൈ ചെയ്ത് തന്നെയാണ് നമ്മൾ എപ്പോഴും പർച്ചേസ് ചെയ്യുന്നത്. ഇനി F-35 മേടിക്കണം, ഇതായിരുന്നു അടുത്ത റിക്വസ്റ്റ്. F-35 മേടിക്കാൻ പറ്റില്ല എന്നുള്ളത് നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അഡ്വാൻസ് ആയിട്ട് തന്നെ ഇത് അമേരിക്കയിൽ വെച്ച് തന്നെ പറഞ്ഞതാണ്, F-35 മേടിക്കാൻ പറ്റത്തില്ല. അതിന് പകരം നമ്മളൊരു ഓപ്ഷൻ കൊടുത്തു, നല്ലൊരു ഓപ്ഷനാണ് കൊടുത്തത്. അതായത് F-35 നമുക്ക് ബൾക്കായിട്ട് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾക്ക് ഇവിടെ ഒരു പദ്ധതിയുണ്ട്, അത് ഇന്ത്യ പ്രൊട്ടക്ഷൻ പോളിസിയാണ്, അത് ആത്മനിർഭർ ഭാരത്. അതായത് ട്രംപ് ഒക്കെ ഭരണത്തിൽ വന്നിട്ട് മെഗാ പ്രോജക്റ്റ് ഒക്കെ തുടങ്ങുന്നതിന് മുമ്പ്, മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ ഒക്കെ തുടങ്ങുന്നതിന് മുമ്പ് പണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ ഒരു പോളിസി ഉണ്ട്. അത് നിങ്ങൾ തന്നെ നമ്മുടെ പോളിസി കൊണ്ട് കോപ്പി അടിച്ച ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ പോളിസി ആത്മനിർഭർ ഭാരത് എന്ന് പറഞ്ഞ പോളിസിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് മേക്ക് ഇൻ ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യക്കുള്ളിൽ വന്നിട്ട് നിങ്ങൾ മാനുഫാക്ചറിങ് ചെയ്ത് നമുക്ക് തരുകയാണെങ്കിൽ നമ്മൾ മേടിക്കാം. പക്ഷെ അതിനവർക്ക് സമ്മതമല്ല, അതാണ് മനസ്സിലാക്കേണ്ടത്. അതിനവർക്ക് സമ്മതമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യക്കുള്ളിൽ റഷ്യയുടെ ഫൈറ്റർ ജെറ്റുകളും കാര്യങ്ങളൊക്കെ ഇന്ത്യക്കുള്ളിൽ കൂടുതൽ വരുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. നമ്മൾ എല്ലാം കൂടെ ഇപ്പം ഞാൻ അടുക്കി പറക്കി പറയുന്നില്ല. നമ്മൾ ഉപയോഗിക്കുന്നത് റഷ്യയുടെ റഡാറാണ്, നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാം തന്നെ റഷ്യയുടെ ആയുധങ്ങളാണ്. നമ്മളുടെ പല വെപ്പൺസും, ബ്രഹ്മോസ് ഉൾപ്പെടെ, ഹൈപ്പർസോണിക് ആയിക്കോട്ടെ, രുദ്രം പോലത്തെ പല മിസൈലുകളും നമുക്ക് റഷ്യൻ എയർക്രാഫ്റ്റിൽ ഘടിപ്പിക്കുന്ന രീതിയിലാണ് അതിന്റെ രൂപകൽപ്പനയും. അങ്ങനെ തന്നെയാണ് അത് കാലാകാലങ്ങളായിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതെല്ലാം തന്നെ ചുരുട്ടിക്കൂട്ടി ഒരു സുപ്രഭാതത്തില് പെട്ടെന്ന് എടുത്ത് മാറ്റി വെച്ചിട്ട് അമേരിക്കയുടെ സാധനം മേടിക്കുന്നു. അമേരിക്കയുടെ സാധനം മേടിക്കുമ്പോഴത്തേക്ക് ഇനി F-35 ബന്ധപ്പെട്ട് അതിന് അനുബന്ധ ആക്സസറീസ് കുറെ മേടിക്കാനുണ്ട്. അതിന്റെ സ്പെഷ്യൽ ട്രെയിനിങ് നടത്താനുണ്ട്. അതിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ട്രൂപ്പിനെ അറേഞ്ച് ചെയ്യേണ്ടതുണ്ട്. റഷ്യൻ എയർക്രാഫ്റ്റിനെയോ അല്ലെങ്കിൽ റഫേലിനെയൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും F-35 ഒരു റൗണ്ട് നമ്മൾ പറത്തുമ്പോൾ ഉണ്ടാകുന്ന എക്സ്പെൻസ് വളരെ കൂടുതലാണ്. ഇങ്ങനെ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ആ F-35 മേടിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. നിലവിൽ എല്ലാ സംഭവങ്ങളൊക്കെ ഓക്കെയാണ്, ഉള്ളതിൽ തന്നെ നല്ല രീതിയിലുള്ള സ്റ്റെൽത്ത് ആണ്, ഇതെല്ലാം ഓക്കെയാണ്. പക്ഷെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത്രമാത്രം സ്റ്റെൽത്ത് ഒന്നും വേണ്ട ഈ പാകിസ്ഥാനെയും ഈ ചൈനയും നേരിടാൻ വേണ്ടിയിട്ട്. നമുക്ക് ഇപ്പൊ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ തന്നെ മതി ഈ പാകിസ്ഥാനെയും ഈ ചൈനയൊക്കെ അടിച്ചിടാൻ വേണ്ടിയിട്ട്. ഇനി F-35 ഇന്ത്യക്കുള്ളിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ S-400, S-500 പോലത്തെ റഡാർ സിസ്റ്റം ഒക്കെ നമ്മൾ എങ്ങനെയാണ് അതിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്ത് F-35 മാറ്റി നിർത്താൻ പോകുന്നത്? അപ്പൊ ഇങ്ങനെയൊക്കെ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ടൊക്കെ അതൊക്കെ പല രീതിയിൽ ഡിസ്കസ് ചെയ്ത് ഡിബേറ്റ് ചെയ്ത് തീരുമാനിക്കേണ്ട വിഷയങ്ങളാണ്. അതുകൊണ്ട് എടുപിടി എന്ന് പറഞ്ഞിട്ട് അമേരിക്ക പറഞ്ഞ ഉടനെ ഫൈറ്റർ ജെറ്റ് മേടിച്ചുകൊണ്ട് വരാൻ പറ്റത്തില്ല. ഇതിലൊക്കെ ട്രംപിന് നല്ല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട്, വിഷമമുണ്ട്. അതൊന്നും നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഇനി അടുത്ത വിഷയം ബ്രിക്സുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. ട്രംപ് ഇലക്ഷൻ വിജയിച്ച് ആ ഡെസിഗ്നേഷനിൽ വരുന്നതിന് തൊട്ട് മുമ്പായിട്ട് പറഞ്ഞ വാക്കാണ് ബ്രിക്സ് ഇസ് ഡെഡ്. ബ്രിക്സ് മരിച്ചിരിക്കുന്നു. അതായത് ഇപ്പൊ എങ്ങനെയാണോ റഷ്യയുടെ എക്കോണമിയും ഇന്ത്യൻ എക്കോണമിയും ഡെഡ് എന്ന് പറഞ്ഞത്, ഇതേ സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് ബ്രിക്സിനെതിരെ ഉപയോഗിച്ചത്. പിന്നെ ബ്രിക്സിൽ ചില പ്രത്യേക കൂട്ടായ്മകൾ, സൗത്ത് ആഫ്രിക്ക, ചൈന, റഷ്യ, ഈ കൂട്ടായ്മയൊന്നും, ബ്രസീൽ, ഈ കൂട്ടായ്മയൊന്നും അമേരിക്കയ്ക്ക് ബോധ്യപ്പെടുന്ന കൂട്ടായ്മയല്ല. അതിൽ നിന്നും ഇന്ത്യ പുറത്തു വരണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല. കാരണം ട്രംപ് ഇന്ന് ഇവിടെ ഉണ്ടാവും, നാളെ ട്രംപ് പോയിട്ട് പിന്നെ റിപ്പബ്ലിക്കൻ പാർട്ടി തന്നെ പോയിട്ട് ഡെമോക്രാറ്റുകളായിരിക്കും പിന്നെ ഭരണത്തിൽ വരുന്നത്. അപ്പൊ ഇന്ത്യ അനുഭവിക്കാൻ പോകുന്ന സെപ്പറേഷൻ വേറെ രീതിയിലാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാ കാലത്തും നമുക്ക് ഒരു ഗവൺമെന്റിനെയോ അല്ലെങ്കിൽ ഒരു രാജ്യത്തിനെയോ വിശ്വസിച്ചുകൊണ്ട് നിൽക്കാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് നമ്മളുടെ ഡിപ്ലോമസി, നമ്മളുടെ പ്രൊട്ടക്ഷൻ, ഇതൊക്കെ നമ്മൾ കാത്തു സൂക്ഷിക്കും. അതിലുപരിയായിട്ട് അമേരിക്കയ്ക്കും ഇന്ത്യക്കും തമ്മിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഈ ട്രേഡ് എന്ന് പറഞ്ഞ വിഷയത്തിൽ സ്പെസിഫിക് ആയിട്ട് ചില വിഷയങ്ങളുണ്ട്. 25%, ഇനി 125, 135 അങ്ങ് അറ്റം പോയി കഴിഞ്ഞാൽ താരിഫ് ഇട്ടാൽ തന്നെയും അത് അവരിട്ടിട്ട് അവിടെ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കത്തേ ഉള്ളൂ. നമുക്കൊന്നും അതിനകത്ത് ചെയ്യാനില്ല എന്നുള്ളതാണ്. അമേരിക്കൻ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ കുറച്ച് ലോസ് സംഭവിച്ചോട്ടെ, നമ്മളുടെ ഗ്രോത്ത് എപ്പോഴും സ്റ്റേബിൾ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യ ഇപ്പം മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുമായിട്ട് ചർച്ച നടത്തുന്നുണ്ട്, ജർമ്മനിയുമായിട്ട് ചർച്ച നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ യൂറോപ്യൻ മേഖലയിൽ മൊത്തത്തിൽ കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് എക്സ്പാൻഡ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ആഫ്രിക്കൻ റീജിയൻസിലും കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ വിഷയം അവിടെ നിൽക്കുമ്പോൾ തന്നെ F-35 ഇനി ഇന്ത്യ വാങ്ങിക്കുന്നില്ല, ആ ഒരു പ്ലാൻ തന്നെ ഇല്ല എന്നുള്ളത് തീർത്ത് പറഞ്ഞിരിക്കുകയാണെന്ന്. അമേരിക്കയ്ക്ക് ഒരു ഹോപ്പ് ഉണ്ടായിരുന്നു ഇന്ത്യ F-35 2 സ്ക്വാഡ്രണെങ്കിലും മേടിക്കും എന്നുള്ളത്. ഒരു പക്ഷേ ഇന്ത്യയും ഇതേപോലെ ഒരു പ്രഷർ, അതായത് 2 സ്ക്വാഡ്രൺ മേടിക്കാനിരുന്ന സാഹചര്യത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പക്കൽ നിന്ന് വന്ന ഈ ഒരു 25% താരിഫ് എന്നുള്ള ഈ നടപടിയിൽ പ്രതിഷേധിച്ച് ഇന്ത്യ തീർത്തും ഒരു പ്രഷർ അപ്ലൈ ചെയ്തിരിക്കുകയാണ്. അതായത് F-35 ഞങ്ങളുടെ ഡിസ്കഷനിലേ ഇല്ല എന്നുള്ള രീതിയിൽ അങ്ങ് മാറ്റി തീർത്തിരിക്കുകയാണ്.
ഇനി അവർ വന്ന് നെഗോഷിയേറ്റ് ചെയ്ത് F-35 വേണോ വേണ്ടയോ എന്നുള്ള രീതിയിലൊക്കെ ലോക്കിഡ് മാർട്ടിനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചർച്ചകളൊക്കെ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ അത് നെഗോസിയേഷൻ ടേബിളിലേക്ക് വരും. അപ്പോൾ ബാക്ക് ടു ബാക്ക് നെഗോസിയേഷനിലേക്ക് വീണ്ടും വരാം. ഈ സ്കോട്ട് ബെസന്റ് പറഞ്ഞു വെച്ചത് ഇന്ത്യയുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്ത് അവർ കൺഫ്യൂസ് ആയിന്നാണ്. ഫ്രീ ട്രേഡ് എഗ്രിമെന്റിൽ കുറച്ച് ഐറ്റംസ്, ബയോലെറ്ററൽ എഗ്രിമെന്റിൽ കുറച്ച് ഐറ്റംസ്, അതിലുപരിയായിട്ട് അങ്ങും ഇങ്ങും എത്താത്ത രീതിയിൽ കുറച്ച് അഗ്രികൾച്ചർ പ്രോഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു എഗ്രിമെന്റ്. അപ്പൊ ഇത് മൊത്തത്തിൽ ഞങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ആണ്. അതുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് 25% താരിഫ് പ്രഖ്യാപിച്ചതോടുകൂടി ആ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരമായിരിക്കും എന്നാണ് സ്കോട്ട് ബെസന്റ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം അവർ മുന്നോട്ടുള്ള നെഗോഷിയേഷന് തയ്യാറല്ല എന്നുള്ളതാണ്. അവരങ്ങനെ തന്നെ നിൽക്കട്ടെ, ഇന്ത്യയും ആ രീതിയിൽ പോയി നെഗോഷിയേറ്റ് ചെയ്യാൻ തയ്യാറല്ലാത്ത ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. എന്ന് വെച്ചിട്ട് മറ്റുള്ള ബന്ധങ്ങളൊന്നും ഇല്ലാന്നില്ല. അമേരിക്കയുടെ ഉള്ളിൽ കൗൺസിലേറ്റുകളുടെ ബ്രാഞ്ച്, അതായത് ഇന്ത്യൻ കൗൺസിലേറ്റിന്റെ ബ്രാഞ്ച് എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. 10-16ഓളം ബ്രാഞ്ചുകൾ ഇപ്പോൾ പുതുതായിട്ട് എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. ഇന്നാണ് അതിന്റെ ഇനോഗ്രേഷൻ. അതായത് ഇന്ത്യൻ ഡയസ്പൊറ, വലിയൊരു ഇന്ത്യൻ ഡയസ്പൊറ ഉണ്ട്. അവർക്ക് ഇന്ത്യയിലേക്ക് വരാനും പോകാനുള്ള പോകാനുമുള്ള വിസയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അവരുടെ OIC കാർഡുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ അത് കൃത്യസമയത്ത് കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ടുള്ള അവർക്ക് സൗകര്യത്തിന് വേണ്ടിയിട്ട് ഇന്ത്യൻ ഡയസ്പൊറയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു എക്സ്പാൻഷൻ നടത്തിയിരിക്കുന്നത്. നമ്മൾ അതുപോലെ തന്നെ നിസാർ സാറ്റലൈറ്റ് നമ്മൾ 30-ാം തീയതിയാണ് വിക്ഷേപിച്ചത്. അത് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ജോയിന്റ് ആയിട്ട് തന്നെ ചെയ്യുന്ന പ്രോഗ്രാമാണ്. അപ്പൊ അതിൽ പാകിസ്ഥാൻ ഒരുപാട് ക്ഷുഭിതരായിട്ടുണ്ട്. പാകിസ്ഥാന്റെ ഉള്ളിൽ ഇതിനെ അതായത് ട്രംപും ഇന്ത്യയും തമ്മിൽ നടക്കുന്ന ഈ ഒരു ബന്ധം, അസീം മുനീറിന്റെ പാകിസ്ഥാൻ വിസിറ്റിനെ തുടർന്ന് പല വിഷയങ്ങളും അവിടെ പാകിസ്ഥാന്റെ ഉള്ളിൽ അമേരിക്കയെ പ്രശംസിച്ചുകൊണ്ട് പല വാർത്തകളും അവിടെ മീഡിയയിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിന് നേരെ എതിരായിട്ടാണ് ഇന്നലത്തെ ഒരു വാർത്തകൾ മൊത്തം. സ്പെഷ്യലി ദാവൂൻ എന്ന് പറഞ്ഞ അവരുടെ വാർത്താ മാധ്യമങ്ങളിലൊക്കെ പല രീതിയിലുള്ള അമേരിക്കയ്ക്ക് എതിരെയുള്ള വാർത്തകളാണ് പ്രസിദ്ധീകരിച്ചിരുന്നത്. അതിന്റെ കാരണം വേറെ ഒന്നുമില്ല, ഈ സാറ്റലൈറ്റ് നമ്മൾ വിട്ടിരിക്കുന്നത് ക്ലിയർ കട്ട് ഇമേജ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഐസ് കവർ ചെയ്തിരിക്കുന്ന ലാൻഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ലാൻഡ് ആയിക്കോട്ടെ, ഇതെല്ലാം തന്നെ വളരെ ക്ലിയർ ആയിട്ട് ക്രിസ്റ്റൽ ക്ലിയർ പിക്ചർ എടുക്കാനുള്ള സാറ്റലൈറ്റ് ആണ് നമ്മൾ വിട്ടിരിക്കുന്നത്. അപ്പൊ അതൊരു ട്രക്കിന്റെ സൈസിലുള്ള സാറ്റലൈറ്റ് ആണ് നമ്മൾ വിട്ടിരിക്കുന്നത്. ഇനി ഹിമാലയൻ റീജിയനിൽ കിടക്കുന്ന, അതേപോലെ ജമ്മു കാശ്മീരിന്റെ ഭാഗത്ത് POKയുടെ ഭാഗത്തുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ വ്യക്തമായിട്ട് ക്യാപ്ചർ ചെയ്യും എന്നുള്ള രീതിയിലുള്ള വാർത്തകളൊക്കെ അവിടെ ഡീറ്റെയിൽ ആയിട്ട് ഇരുന്ന ആൾക്കാർ ചർച്ച നടത്തുകയുണ്ടായി പാകിസ്ഥാനുള്ളിൽ. ഇന്ത്യ വിട്ട ഈ നിസാർ സാറ്റലൈറ്റ് പാകിസ്ഥാൻ ഒരു കണ്ണുകടിയാകുന്നുള്ളത് 100% ഉറപ്പുള്ള കാര്യമാണ്. ആ രീതിയിലുള്ള ഡിസ്കഷൻസ് ആണ് പാകിസ്ഥാനുള്ളിൽ നടക്കുന്നത്. പാകിസ്ഥാന്റെ ഉള്ളിലും ട്രംപ് സ്വാർത്ഥ താല്പര്യം കൊണ്ട് ട്രംപിന്റെ ഫാമിലിയിൽപ്പെട്ട ഇൻവെസ്റ്റേഴ്സിനെയാണ് ഏറ്റവും കൂടുതൽ പാകിസ്ഥാന്റെ ഉള്ളിലും ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലായിക്കോട്ടെ, അതേപോലെ റഷ്യ ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലെല്ലാം ട്രംപിന്റെ കുടുംബത്തിൽപ്പെട്ട ബിസിനസ് ചെയ്യുന്ന ആൾക്കാരെയാണ് അവിടെയൊക്കെ ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ട് പ്രോത്സാഹിപ്പിച്ചിരിക്കുന്നത്. അതിനുവേണ്ടി തന്നെയാണ് സംസാരിച്ചിരിക്കുന്നത്. ട്രംപ് അമേരിക്കൻ ജനങ്ങൾക്ക് നല്ലത് ചെയ്യുന്നു എന്നുള്ള പേരിൽ സ്വന്തം കുടുംബാംഗങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് ഉള്ള കച്ചവടമാണ് നടത്തുന്നത്. ആ കച്ചവടത്തിന്റെ താല്പര്യം ട്രംപിന്റെ തന്നെയാണ്. ട്രംപ് ഇനി എത്ര കാലം, അപ്പൊ ട്രംപിന്റെ കുടുംബത്തിന് എന്തൊക്കെ ചെയ്യാനുണ്ടോ, എത്ര പൈസ ഇനി സമ്പാദിക്കാനുണ്ടോ, അതെല്ലാം ആഗോള തരത്തിൽ ട്രംപ് ഇൻവെസ്റ്റ്മെന്റ് നടത്തി കരസ്ഥമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഇടയ്ക്ക് ഈ രാജ്യങ്ങളെയൊക്കെ ലൈം ലൈറ്റിൽ നിർത്തുന്നു. താരിഫ് അത് അമേരിക്കയ്ക്ക് എന്തോ ഗുണം ചെയ്യാൻ പോകുന്നുള്ള രീതിയിൽ താരിഫിന്റെ പേരും പറഞ്ഞ് മറ്റുള്ള രാജ്യങ്ങളെ ലൈം ലൈറ്റിൽ നിർത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്ത്യയാണ് ചർച്ചാ വിഷയം, ചൈനയാണ് ചർച്ചാ വിഷയം. ട്രംപിന്റെ അടിയിൽ കൂടെയുള്ള ക്രിപ്റ്റോ കറൻസി ഡീലോ അല്ലെങ്കിൽ റയർ എർത്ത് എലമെന്റ്സുമായിട്ട് ബന്ധപ്പെട്ട് സ്വന്തം കുടുംബങ്ങളെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് പല പല രാജ്യങ്ങളിലും സ്വാർത്ഥ താല്പര്യം, അതായത് ഈ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടല്ലോ, ഞാൻ അമേരിക്കൻ പ്രസിഡന്റ് ആണെന്നുള്ള ഇൻഫ്ലുവൻസിലാണ് ഈ പല സ്വാർത്ഥ താല്പര്യങ്ങൾ നടക്കുന്നത്. അല്ലെങ്കിൽ ട്രംപ് എന്ന് പറഞ്ഞ വ്യക്തിക്ക് എന്താണ് ഇവിടെ പ്രാധാന്യം? ട്രംപ് ഒരു ബിസിനസ്മാൻ ആണ്, കാശുകാരനാണ്, റിയൽ എസ്റ്റേറ്റ് ഓണറാണ്, അതൊക്കെ ഓക്കെയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു രാജ്യത്തിന്റെ ഡിപ്ലോമാറ്റിക് ഡീൽ വഴി കുറച്ച് ബിസിനസ്സുകൾ സെപ്പറേറ്റ് ആയിട്ട് മാറ്റിക്കൊണ്ട് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുമായിട്ട് ഇടപെട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇപ്പൊ നമ്മുടെ നാട്ടിലെ ഒരു മന്ത്രി റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുമായിട്ട് ഇടപെട്ട് കാര്യങ്ങളൊക്കെ നടത്തുന്നു പറഞ്ഞാൽ അത് ആപ്റ്റ് ആയിട്ടുള്ള ഒരു പരിപാടിയാണോ? ഒരിക്കലുമില്ല. അയാളുടെ ഈ ഒരു രാഷ്ട്രീയ സ്വാധീനം സ്വന്തം സ്വത്ത് സമ്പാദിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ള ഒരു മിസ്യൂസ് കാറ്റഗറിയിലായിരിക്കും അത് വരുന്നത്. അപ്പൊ അതുപോലെ ഒരു മിസ്യൂസ് തന്നെയാണ് അവിടെ നടക്കുന്നത്. പക്ഷെ അത് ആൾക്കാർ വലുതായിട്ട് അങ്ങ് മൈൻഡ് ചെയ്യുന്നില്ല, അത്രേ ഉള്ളൂ. പിന്നെ മെയിൻ ആയിട്ട് ഇന്ത്യ F-35 വേണ്ടാന്ന് വെച്ചതിന്റെ കാരണം, ഇപ്പം അതുപോലെ ട്രംപ് 25% ഇന്ത്യക്ക് താരിഫ് തന്നതിന് പല പല കാരണങ്ങൾ പറയുന്നുണ്ടല്ലോ. അപ്പൊ അതുപോലെ ഇന്ത്യ F-35 വേണ്ടാന്ന് വെച്ചതിന്റെ കാരണങ്ങൾ പറയുന്നതിൽ ഒരു 3 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് 1, ടെക്നോളജി ട്രാൻസ്ഫർ സാധ്യമല്ല. 2, പ്രൈവറ്റ് ഇന്റഗ്രേഷൻ. ഇപ്പൊ റഷ്യയുടെ എയർക്രാഫ്റ്റ് ആണെങ്കിലും നമ്മൾ പല ലോക്കൽ മാനുഫാക്ചറർ, നമ്മളുടെ സ്പെയർ പാർട്സ് മാനുഫാക്ചറിംഗ് കമ്പനികളിൽ നിന്ന് നമ്മൾ സ്പെയർ പാർട്സ് പ്രൊക്യൂർ ചെയ്യും. ആ പ്രൊക്യൂർമെന്റ് ഒന്നും ഇവിടെ നടക്കില്ല. F-35 ബന്ധപ്പെട്ട് നടക്കില്ല. ഇവിടെ ലോക്കിഡ് മാർട്ടിൻ അതുമായിട്ട് മാത്രമേ കാര്യങ്ങൾ നടക്കുള്ളൂ. പിന്നെ ഇൻഡിജിനിയസ് മാനുഫാക്ചറിങ്, അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഈ ഒരു 3 ഇമ്പോർട്ടന്റ് കാരണങ്ങൾ കൊണ്ടാണ് F-35 വേണ്ടാന്ന് പറഞ്ഞിട്ട് അമേരിക്കയുടെ മോത്തടിച്ചതുപോലെ ഇന്ന് സ്റ്റേറ്റ്മെന്റ് പുറത്തു വന്നിരിക്കുന്നത്. ഇനി F-35 ബന്ധപ്പെട്ട് ഇന്ത്യക്കുള്ളിൽ ചർച്ചയില്ല. അപ്പൊ എന്തായാലും വളരെ ഡീസന്റ് ആയിട്ട് തന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മറുപടി കൊടുക്കും. ഇതിന് മറുപടി തീർച്ചയായിട്ടും അമേരിക്കയുടെ സൈഡിൽ നിന്ന് വരും. പിന്നെ പീയൂഷ് ഗോയൽ ഈ സ്കോട്ട് ബെസന്റിന്റെ ഒരു ആരോപണത്തിന് മറുപടി കൊടുക്കേണ്ടതുണ്ട്. അത് പുള്ളി തീർച്ചയായിട്ടും അത് നോട്ട് ചെയ്തിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം കമേഴ്ഷ്യൽ ഡിപ്പാർട്ട്മെന്റിന്റെ സൈഡിൽ നിന്ന് ഉണ്ടായ ലാക്കിംഗ് ഭയങ്കര സ്ലോ ആണ്. നമ്മൾ ഭയങ്കര സ്ലോ പ്രോസസ്സിംഗ് ചെയ്തത് കൊണ്ടാണ് 25% താരിഫ് ഇമീഡിയറ്റ് ആയിട്ട് വന്നത്.
കാരണം നമുക്ക് ടൈം ലൈൻ കിട്ടിയില്ല. അതായത് ഈ ഡെഡ് ലൈൻ ഫിനിഷായി എന്നാണ് അവർ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഡെഡ് ലൈൻ ഫിനിഷ് ആയാൽ എന്ത്, ഈ ഡെഡ് ലൈൻ ഒക്കെ തീരുമാനിക്കുന്ന ആരാണെന്ന്? ചൈനയുമായിട്ട് ഡെഡ് ലൈൻ ഫിനിഷ് ആയില്ലേ? അപ്പൊ അതായത് നമ്മൾ അതിന് മുമ്പ് തന്നെ, ലാസ്റ്റ് ഡേറ്റ് അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ട്രേഡ് ഡീലിൽ സൈൻ ചെയ്തില്ല എന്നാണ് അവരുടെ ആരോപണം. നമ്മൾ ട്രേഡ് ഡീലിൽ സൈൻ ചെയ്യില്ല. 25-26% എന്ന് പറഞ്ഞ് യൂണിലാറ്ററൽ ട്രേഡ് ഡീലിൽ നമ്മൾ സൈൻ ചെയ്യില്ല. അത് ഉറപ്പിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇനി യൂണിലാറ്ററലിയാണ് അമേരിക്ക ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അത്രയേ ഉള്ളൂ ഇതിനകത്ത്. നമ്മൾ യൂണിലാറ്ററലി ചാർജ് ചെയ്യില്ല. നമ്മൾ ഇപ്പം എന്താണോ അമേരിക്കയുടെ താരിഫ് അത് തന്നെ നമ്മൾ ചാർജ് ചെയ്യും. പല അമേരിക്കൻ സാധനങ്ങൾക്കും 100-175% ഇവിടെ ചാർജ് ചെയ്യുന്നുണ്ട്. അതൊക്കെ അത്രയും ലക്ഷൂരിയസ് പ്രോഡക്റ്റ് ആണ്. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് അവർ കമ്പയർ ചെയ്യുന്നത്. പിന്നെ മറ്റുള്ള പല പ്രോഡക്റ്റുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മാന്യമായ താരിഫ് തന്നെയാണ് ഇന്ത്യക്കുള്ളിൽ ചാർജ് ചെയ്യുന്നത്. ഇന്ത്യയുടെ താരിഫ് ഇന്ത്യക്കുള്ളിലുള്ള ഫാർമേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ താരിഫ് ഒരിക്കലും നമ്മൾ നീക്കിക്കൊണ്ട് അമേരിക്കയ്ക്ക് ഗേറ്റ് തുറന്നു വിടാൻ സാധ്യമല്ല എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ജർമ്മനിയുടെ എൻവോയ് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ വൺ ഓഫ് ദ ലീഡിംഗ് ടെക്നോളജിക്കൽ ഹബ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഫ്യൂച്ചറിസ്റ്റിക് ആയാലും നിലവിലായാലും ഇതാണ് അവസ്ഥ. ജർമ്മനിയുടെ എൻവോയ് ഫിലിപ്പ് അക്കർമാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ്, ഇന്ത്യ ഫ്യൂച്ചറിസ്റ്റിക് മാർക്കറ്റാണ്, ഇന്ത്യ ഒരു ഗ്രോയിങ് സ്റ്റേജിൽ ഇരിക്കുന്ന രാജ്യമാണ്, ഇന്ത്യയുടെ ഗ്രോത്ത് വളരെ കൺഫേം ആയിട്ടുള്ള വിഷയമാണെന്നാണ് ജർമ്മൻ ഇന്ത്യയോടൊപ്പം ഒരു സോളിഡാരിറ്റി എന്നുള്ള നിലയിൽ തന്നെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിഷയങ്ങളുമായിട്ടും അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.